നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുപ്പിക്കാനായിട്ട് ഞങ്ങളിതാ കടയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞി വെക്കാനുള്ള സാധനങ്ങൾ, പൊടിയേരി, ഈ ബ്രോക്കൺ വീറ്റ്, മുട്ട, പച്ചക്കറികൾ, സവാള, അങ്ങനെ കണ്ട കടച്ചാണ് സകലതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീം, തേന്, മയോണൈസ്, മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു ചീസ്, പിന്നെന്താ നമ്മുടെ പാൽപ്പൊടി, മുട്ട, പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതൊരു പ്രീ പ്രിപ്പറേഷനാണ്. റമദാൻ മാസത്തിലേക്ക് കുറച്ചൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് നമ്മൾ ഒരു ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പമുണ്ടാവും. വേഗം വന്ന് നമുക്ക് വൈകുന്നേരം വന്നാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു നോമ്പോറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നേരത്തേക്ക് ഇതിലും കൂടുതൽ ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുമായിരുന്നു. ഇത്തവണ അത്രയും ഒന്നും ഉണ്ടാക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തേക്ക് റമദാൻ മാസത്തെ ഒരു പ്രീ പ്രിപ്പറേഷൻ വീഡിയോ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരുപാടധികം റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപാട് റമദാൻ റെസിപ്പീസും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഹിറ്റായതും നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമായതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കണമെങ്കിലൊക്കെ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി. റമദാൻ വിഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈത്തപ്പഴം അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്, നമ്മുടെ മുന്തിരീൻ്റെ സിറപ്പ് ഉണ്ടാക്കി വെച്ചു. പിന്നെ മല്ലിയില, പുതിനയിലൊക്കെ നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം നല്ല കുറച്ചധികം പേപ്പറിലൊന്ന് ചുരുട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒരു 3 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്ന് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്കിനും നമ്മൾ അപ്പം കുരു കളഞ്ഞ് വെള്ളത്തിലിട്ട് നമ്മളെങ്ങാനും വെള്ളത്തിലിടാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിക്സിയിൽ. അപ്പോൾ ഇങ്ങനെ ആവുകയാണെങ്കിൽ നല്ല സിമ്പിളാണ്. പിന്നെ കട്ട്ലറ്റിലേക്കും പിന്നെ വേറെ പല റെസിപ്പീസിലേക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ആ ഡേറ്റ് സിറപ്പ് ശരിക്കും നല്ലതാണ് കേട്ടോ. വെറുതെ ആണെങ്കിൽ നമുക്ക് പാലിൽ ചുമ്മാ കലക്കിയിട്ടാണെങ്കിൽ ഒരു ജ്യൂസായിട്ടൊക്കെ കുടിക്കാം. മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് കുറച്ച് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു പ്രീമിക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തരി കാച്ചിയതിൻ്റെ പ്രീമിക്സാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ ലിങ്ക് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളുടെ ഈ ഒരു പ്രീമിക്സ് ആണെങ്കിലും ഇതിനകത്ത് വേറെ ഒരു സാധനവും നമ്മളിനി ചേർക്കേണ്ട. ആകെ ചേർക്കേണ്ടത് കുറച്ച് വെള്ളം, ഒരു 2 സ്പൂണിൻ്റെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, നന്നായി തിളപ്പിച്ചെടുക്കുക, തരി റെഡി. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഒന്നിച്ച് ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ചാനലിൽ കയറി ഒന്ന് നോക്കാം.